ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? നമ്മളെ സഹോദരങ്ങളെ, ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ പോയെന്ന് വിചാരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം യാക്കോബ് തിരുനാളിന്റെ കാര്യമൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയി. ചില തിരുനാളൊക്കെ നിങ്ങൾ നേരത്തെ ഓർപ്പിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനതൊക്കെ പറയാം കേട്ടോ. സന്തോഷം. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ നാളെ തിരുനാളാണല്ലോ, അൽഫോൺസാമ്മയുടെ തിരുനാൾ വരുന്നു. അത് പ്രത്യേകിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല. മലയാളികൾ എല്ലാവരുടെ ഹൃദയത്തിൽ അതുണ്ട്. സഹോദരൻ, ഞാനും ദൈവത്തിന്റെ കൃപയാൽ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു കേട്ടോ. പ്രാർത്ഥിക്കുന്നതിന് നന്ദി പറയുന്നു. പിന്നെയുള്ളത്, നിങ്ങളെ ടോക്കുകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. അതായത് ഇങ്ങനെ നിങ്ങളെ ഇടയ്ക്ക് ഓർക്കുമ്പോഴേ, നമ്മുടെ കുടുംബാംഗമല്ലോ, ഓർക്കുമല്ലേ ഇടയ്ക്ക്. അപ്പോൾ ഈ ടോക്ക് കാണുന്നവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ധാരാളം മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തണം. ഇത് ഈശോയുടെ ഒരുപാട് ഇന്നലത്തെ സാക്ഷ്യം വായിച്ചായിരുന്നു നിങ്ങൾ. ഇന്നലത്തെ സാക്ഷ്യം കേട്ടിട്ട് ദയവായിട്ട് ഇത് കേൾക്കണം കേട്ടോ. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ആ സാക്ഷ്യം ഒന്ന് പോയി ഫുള്ള് കേൾക്കണം. ഇന്നലത്തെ എപ്പിസോഡ് കേട്ടോ. എന്തുമാത്രം കാര്യങ്ങളാണ് ഈശോ ചെയ്യുന്നതേ. എനിവേ, നമുക്ക് ഈ മീഡിയയിലൂടെ നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാം. അത് കുഞ്ഞു ടോക്കിന് വേണ്ടി. പിന്നെ നമുക്കറിയാം സെക്കിയോന്റെ അല്ലെങ്കിൽ PDMന്റെ ASTMന്റെ വിവിധ മീഡിയ ശുശ്രൂഷകളുണ്ടല്ലോ. എല്ലാത്തിനും കൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ശാലോമും അല്ലെ, ഷെക്കിന ടെലിവിഷനും, അല്ലെങ്കിൽ ഓരോ യൂട്യൂബ് ചാനലുകളും അല്ലെ, ഡാനിയൽ അച്ഛൻ്റെയും, അങ്ങനെ ഓരോരോ പല മേഖലയുണ്ട്. എല്ലാം ഇങ്ങനെ പ്രത്യേകിച്ച് ഇതിനെ ഒന്ന് ഫോക്കസ് ചെയ്തൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മീഡിയ മിനിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ തിരുവചനമാണ്. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 34 വേഴ്സ് 26. തലക്കെട്ടിതാണ് തടയുന്നത് കൊലപാതകമാണ്. ഓരോ വചനത്തിനും ഓരോ തരത്തിന്റെ ആപ്ലിക്കേഷൻ മാറും അല്ലെ. ബൈബിളിലാണെന്നുണ്ടെങ്കിൽ അല്ലെ, സഹോദരനെ പണ്ട് പഴയ നിയമത്തിൽ കൊല്ലുക, കൊല്ലുന്നവൻ കൊലപാതകി, അവന്റെ ജീവനെ നശിപ്പിക്കുന്നവൻ കൊലപാതകി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തെ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. അവൻ നിത്യജീവൻ വസിക്കുന്നില്ല. അതിന്റെ ഇന്റർപ്രിട്ടേഷൻ മാറിയത് കണ്ടോ. അപ്പൊ ചിലപ്പോ ചില ഈക്വാലിറ്റികളിലൊക്കെ ചില വ്യത്യാസങ്ങൾ വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറയുന്നത് പോലത്തെ ഒരു വചനമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ വചനം, പറയാൻ പോകുന്ന വചനം, കൊട്ടേഷൻ പറഞ്ഞത്. ആ വചനം ഇതാണ് സഹോദരങ്ങളെ: അയൽക്കാരന്റെ, അതായത് നിന്റെ സഹോദരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. ഒരു വചനമല്ലേ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവനാകെയുള്ള ജോലി കൊണ്ടാണ് അവന്റെ ഭാര്യയും പിള്ളേരും അല്ലെങ്കിൽ ഭർത്താവും പിള്ളേരും അങ്ങനെയൊക്കെ വിഷയം. അവനെ പാര വെച്ചിട്ട് അതിനകത്ത് പുറത്താക്കളെ. ഇനിയിപ്പോൾ അവന് ജോലിയില്ല. ഇനി അവനിങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കണം. അവന്റെ ഉപജീവന മാർഗം നോക്കിയേ, അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. സീക്രറ്റ് അല്ലേ. അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വെള്ളം അല്ലെ, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, ഉദാഹരണങ്ങൾ ഞാൻ പറയുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കാം, അവന് ആകെയുള്ള ഒരാകെ മാർഗം ഉണ്ടാകും, നമ്മൾ അടച്ചു കളയും. പലതരത്തിൽ വരാം. ചിലപ്പോ അങ്ങനെ ഒരുപാട് മേഖലകൾ അങ്ങനെ പറയാൻ തുടങ്ങിയ ഓരോന്ന് കോൺടെക്സ്റ്റ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാവും. അപ്പോൾ ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള അവസ്ഥകൾ ഈ സമയത്ത്, ഈ വചനം കേട്ടുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തന്നെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് തരും. സാധാരണ ഓർമ്മയിൽ വരാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമ്മളെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്ത് ആദ്യം ഓർമ്മയിൽ വരും. എന്നിട്ട് അവനെ ടോക്ക് കേൾക്കണ്ടെന്ന് ഓർക്കും. അങ്ങനെയല്ല, മറിച്ച് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ജീവിതത്തിൽ തടഞ്ഞിട്ടുണ്ട്. റോമാലേഖനത്തിൽ 14 വചനമുണ്ട്. അതിന്റെ സഹോദരൻ ഒരിക്കലും മാർഗ തടസ്സമോ പിന്നെ ഇടർച്ചാന്ന് പറയുന്നു സൃഷ്ടിക്കുകയില്ല, നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവൻ. അതൊരു മാർഗ തടസ്സം ഉണ്ടാക്കരുത് നമ്മൾ ഇതിനകത്തെ. അപ്പൊ അവന് ഓക്കെ, ദൈവത്തിന്റെ അനന്തമായ നന്മയിലെല്ലാം അങ്ങോട്ട് ക്ലിയറായി നടക്കുകയല്ലേ. മറ്റേത് ഞാൻ കുറച്ചുകൂടെ വലുതാകാൻ വേണ്ടി അവനെ അങ്ങോട്ട് തടയുക, മാർഗതടസ്സം വരുത്തുക. കൊല്ലുന്നൊന്നുമില്ല, മാർഗതടസ്സം അല്ലേ. മാർഗതടസ്സം എന്ന് പറഞ്ഞാൽ വണ്ടി പോണ സമയത്ത് 2 മരം വെട്ടിയിട്ട് പിന്നെ അവൻ വേറൊന്നുമില്ല, മാറ്റിയിട്ട് പോകണം. മാർഗതടസ്സം അല്ലേ. ഉദാഹരണം അത് ഈ കോണ്ടെക്സ്റ്റിലല്ല, വേറെ കോണ്ടെക്സ്റ്റിലാണ് വരിക. എന്ന് പറഞ്ഞതുപോലെയൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കാം കേട്ടോ. അവനൊരു എന്നെ പണി കൊടുക്കണം, അങ്ങനെ എന്താണ്ടൊക്കെ ഒരു ലോക്കൽ ലാംഗ്വേജ് ഉണ്ടല്ലോ ഫേസ്ബുക്കിൽ. അപ്പൊ അതുകൊണ്ട് അത് പോട്ടെ. ഈശോ പ്രത്യേകം കർത്താവ് അനുഗ്രഹിക്കണം കേട്ടോ. ഇതൊന്നുമല്ല, നമുക്ക് നല്ല വചനം വെച്ചോളൂ, ബെസ്റ്റായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് പോകണം. ഈശോ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഓടിവായോ. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ഞായറാഴ്ച ദിവസം വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ തിരുനാൾ കഴിഞ്ഞ് വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാളിന് ഒരുങ്ങുമ്പോൾ
കർത്താവായ ദൈവമേ മനസ്സറിഞ്ഞ് ഈ വിശുദ്ധരെല്ലാം പ്രത്യേകം മധ്യസ്ഥ വരെ ആശീർവദിക്കുക. കാരണം ഒരുപാട് ദൈവാനുഗ്രഹം, ഒരുപാട് ദൈവകൃപ ഇവരുടെ മേൽ ഇപ്പോൾ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവം ആവശ്യക്കാരന്റെ ആവശ്യത്തിന് രൂപാന്തരം പ്രാപിക്കുന്ന ഈശോയാണല്ലോ അവിടുന്ന്. കർത്താവായ ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവരെ ശരിഞ്ഞ ദുഷ്ടാരികൾ യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിലെ ഇവിടേക്ക് ആദ്യമായി കർത്താവിന്റെ വലിയ കൃപയുടെ അഭിഷേകം വരമേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ കർത്താവ്. മീഡിയയിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിക്കുകയാണ് കർത്താവ്. ഈ വചനം വെച്ച് ആത്മശോധന ചെയ്ത് വേണ്ട തിരുത്തലുകൾ ഓരോരുത്തരും അനുഗ്രഹിക്കണേ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങൾക്കുള്ള എല്ലാവരെയും ഉള്ളതെല്ലാത്തിനെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കാം. യേശുവിന്റെ രക്തത്തിന്റെ മുദ്ര അതിൽ പതിയിട്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.